തിരുവനന്തപുരം വീടിനത്ത യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ അതിസാഹസികമായി പിടികൂടി പോലീസ്. വിഴിഞ്ഞം സ്വദേശിനി സുമനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരങ്ങളായ അച്ചു, അനന്തു എന്നിവരെയാണ് വിഴിഞ്ഞം പോലീസ് വലയിലാക്കിയത്. സിനിമാ സ്റ്റൈലിൽ നടന്ന നീക്കത്തിനൊടുവിൽ ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് പ്രതികൾ പിടിയിലായത്. ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതികളെ പിന്തുടർന്ന പോലീസ് സംഘം അവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് പോലീസ് വാഹനം കൊണ്ട് ഇടിച്ചിട്ടാണ് തടഞ്ഞത്. രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലാതെ വന്നതോടെ പ്രതികളെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. വിഴിഞ്ഞത്തെ ഒരു ബാറിൽ വെച്ചുണ്ടായ നിസ്സാര തർക്കമാണ് ദുരൂഹതകൾ നിറഞ്ഞ കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതികളായ അച്ചുവും അനന്തവും തമ്മിൽ ബാറിൽ വെച്ച വാക്കുതർക്കം നടന്നിരുന്നു. ഇവരുടെ സുഹൃത്തായ സുമൻ ഈ തർക്കം പരിഹരിക്കാനായി ഇടപെട്ടതാണ് പ്രതികളെ പ്രകോപിപ്പിച്ചത്. സുമനെ കൊലപ്പെടുത്തണമെന്ന കൃത്യമായ ഉദ്ദേശത്തോടെയാണ് പ്രതികൾ ആക്രമണം നടത്തിയതെന്ന് പോലീസ് FIR-ൽ വ്യക്തമാക്കുന്നു. ബാറിനുള്ളിൽ വെച്ചുണ്ടായ മർദ്ദനം പിന്നീട് റോഡിലേക്കും നീണ്ടു. സുമനെ റോഡിൽ തള്ളിയിട്ട് നെഞ്ചിലും മുഖത്തും ക്രൂരമായി ഇടിക്കുകയും കഴുത്തിൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. ബോധരഹിതനായി വീണ സുമനെ വീണ്ടും ചവിട്ടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രതികളുടെ ക്രൂരത കണ്ടുനിന്ന ബാറിലെ ജീവനക്കാരോ മറ്റുള്ളവരോ ഇടപെടാൻ തയ്യാറായില്ലെന്നത് ഞെട്ടിക്കുന്നതാണ്. മർദ്ദനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ സുമന്റെ തന്നെ മറ്റൊരു സുഹൃത്താണ് മൊബൈലിൽ പകർത്തിയത്. എന്നാൽ സുമനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ഇയാൾ സ്ഥലത്ത് നിന്ന് വാഹനമെടുത്ത് പോവുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ പ്രതികൾക്കെതിരെയുള്ള ശക്തമായ തെളിവായി പോലീസ് ഉപയോഗിക്കും. അവശനിലയിലായ സുമനെ റോഡിൽ ഉപേക്ഷിച്ച പ്രതികൾ കടന്നു കളഞ്ഞു. പിന്നീട് ആ വഴി വന്ന ഒരു കാർ യാത്രികനാണ് രക്തത്തിൽ കുളിച്ചു കിടന്ന സുമനെ കണ്ട് വിഴിഞ്ഞം ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അപ്പോഴേക്കും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ആശുപത്രി അധികൃതർ അറിയിച്ചതിനനുസരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. വിഴിഞ്ഞം CIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതികൾക്കായി വല വിരിച്ചത്. പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചതോടെ പോലീസ് സംഘം ഇവരെ പിന്തുടരുകയായിരുന്നു. സാഹസികമായി നീക്കത്തിലൂടെ പ്രതികളെ കുടുക്കിയ പോലീസിന്റെ നടപടിയെ ഉന്നത ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു. പ്രതികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ലഹരിയുടെ സ്വാധീനത്തിലാണോ അക്രമം നടത്തിയതെന്നും അന്വേഷിക്കുന്നുണ്ട്. ബാറിലെ CCTV ദൃശ്യങ്ങളും മൊബൈൽ ദൃശ്യങ്ങളും ശാസ്ത്രീയമായി പരിശോധിച്ച ശേഷം കൂടുതൽ കുറ്റപത്രത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കും. വിഴിഞ്ഞം മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗവും അക്രമങ്ങളും ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൊലപാതകം നടക്കുന്നത് ഗൗരവകരമായ സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. സുമന്റെ മരണത്തിൽ നാട്ടിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പിടിയിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിൽ നിന്ന് വിഴിഞ്ഞം ഗ്രാമം ഇനിയും മുക്തമായിട്ടില്ല. കൂടുതൽ തെളിവെടുപ്പിനായി പ്രതികളെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങും.